ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എണീറ്റിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, ഞാൻ വേഗം പോയിട്ട് റെഡി ആവട്ടെ. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. ഞാൻ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് റെഡിയൊക്കെ ആയത് കേട്ടോ, ഇൻട്രോ ഒക്കെ കൊടുക്കുന്നത്. അതിനുശേഷം ഉണ്ടായതാണ് വൻ കോമഡി എന്ന് പറയുന്നത്. 2 ദിവസം മുന്നേ എനിക്കൊരു പനി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയായി. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പനിയൊക്കെ ഒന്ന് മാറി അത്യാവശ്യം സുഖമായപ്പോൾ ഒന്ന് ഫുഡ് അടിക്കാൻ പുറത്തിറങ്ങിയതാണ്. ഇവിടെ നല്ല ഫുഡാണ് കേട്ടോ. മുന്നേ ഇത് കൈകാര്യം ചെയ്തിരുന്നത് വേറൊരു ടീമായിരുന്നു. അത് പൊട്ടി പലീസായി പോയി എന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ ഇത് വേറൊരു ടീമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ. ഈ ലൊക്കേഷൻ വരുന്നത് അരീക്കോട് ലൈവ് കിച്ചൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. മുമ്പ് പ്രാവശ്യം ഈ സെയിം റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമുക്ക് കുറച്ച് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടോ. ഈ ടീമല്ല, വേറൊരു ടീമായിരുന്നു ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്രാവശ്യം ഇവരെങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ളൊരു ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. അവരുടെ സർവീസ് ആണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ അടിപൊളി. എനിക്ക് തോന്നുന്നു ഞാനിതുവരെ കഴിച്ചത് വെച്ച ഏറ്റവും ബെസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇവിടെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സ്റ്റാർട്ടറായിട്ട് ഞങ്ങളൊരു സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ തുടങ്ങി അതും അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കണ്ട സാമാനങ്ങൾ മുഴുവനും ഓർഡർ ചെയ്തു. അങ്ങനെ കഴിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അങ്ങനെ നല്ലോണം ആർമാദിച്ച് ഊറ്റം കാട്ടി അങ്ങനെ കഴിച്ച് വയറ് നിറച്ച് തിന്ന്. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ മോനും മോളൊക്കെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫുഡൊക്കെ ഒറ്റ തട്ടായിരിക്കും. അവിടെ പലതും സംഭവിക്കും. അതാണ് ആ സമയത്ത് നമ്മൾ ഫോൺ കൊടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് എന്നൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ അൽനാസിലെത്തി. അതാണ് കോമഡി. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല കേട്ടോ. പിന്നെ വയ്യാണ്ടായി, ക്ഷീണമായി. ഫുഡിൻ്റെ പ്രശ്നമല്ല, അല്ലാണ്ട്. അപ്പോൾ അൽനാസിൽ കാണിച്ചു, ചെക്കപ്പിനൊക്കെ എഴുതി തന്നു. കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി തന്നിട്ടുണ്ടല്ലേ എൻ്റെ അവസ്ഥ. അയ്യോ, ഞാൻ കുറച്ച് ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു കേട്ടോ എൻ്റെ അവസ്ഥ. എങ്ങനെ പോയാളാ ഇപ്പം എങ്ങനെയായി. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഷുഗറൊന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഷുഗർ ഉണ്ടോ എന്നൊരു സംശയമായിരുന്നു. അതൊന്നും ഇല്ല, അതൊക്കെ നോർമലാണ്. പിന്നെ അതിന് ശേഷം എത്രയും പെട്ടെന്നൊന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, വീട്ടിലെത്തിയതും ഡ്രസ്സ് മാറ്റിയതും ഒരു കോള് വന്നു. അർജൻറ്റായിട്ട് മുഖത്ത് പെട്ടെന്ന് പോകണം, ഒരു വീഡിയോ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കോള് വന്നു. അങ്ങനെ പോകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇത് മുക്കമ്മാളിൽ ജോർദാൻ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് കേട്ടോ, അവിടെയാണ് വീഡിയോ ചെയ്തത്. 10:15 ഏകദേശം എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയൊരു ടാബ്ലറ്റൊക്കെ കഴിച്ചപ്പോഴത്തേക്കും പിന്നെ പിറ്റത്തെ ദിവസമായപ്പോൾ ഞാൻ ഉഷാറായിട്ടോ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസങ്ങൾ. പ്രതീക്ഷിക്കാതെ പലതും സംഭവിച്ചു. അപ്പോൾ അത്രയുള്ള മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.